കേരളത്തിലെ വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് കളനാട് റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ചേശ്വരത്തിനടുത്ത് അവിടെ കാണുന്നതാണ് ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴയ്ക്ക് തൊട്ട് മുട്ടിയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കളനാട് റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കാണാൻ യാതൊരു ചാൻസും ഇല്ല. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷന് വളരെ ഭംഗിയുണ്ട്. ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ഒരു മൂഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ കളനാട് റെയിൽവേ സ്റ്റേഷൻ. വാ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൂടുതൽ ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു വശത്ത്, റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വശത്ത് വളരെ ഭംഗിയുള്ള പാടങ്ങൾ, കണ്ടങ്ങൾ, കുറേ പശുക്കൾ അതിലെ മേഞ്ഞ് നടക്കുന്നുണ്ട്. കുറേ കുട്ടികൾ അവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ തന്നെ വളരെ മനസ്സിന് വളരെ സന്തോഷം കിട്ടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നടന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ ഏതെങ്കിലും സ്റ്റേഷനിലോട്ട് പോകണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ കാണാൻ പറ്റില്ല. ബാക്കി ഏത് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു എൻട്രൻസ് ആയിട്ട് നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. പക്ഷേ ഈ കളനാട് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റില്ല. ടിക്കറ്റ് കൗണ്ടർ കാണണമെങ്കിൽ ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഗൈസ്. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ താഴെ പുറത്തൊരു കൗണ്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ആരും വീഡിയോ കാണുന്നവരാരും കളനാട് വന്നാൽ ടിക്കറ്റ് എടുക്കാണ്ട് പോകാൻ നിങ്ങൾ കരുതണ്ട. ടിക്കറ്റ് എടുത്തിട്ട് തന്നെ പോകണം. നിയമപരമായിട്ട് തന്നെ യാത്ര ചെയ്യണം. ടിക്കറ്റ് എടുക്കാനുള്ള സ്റ്റേഷൻ ഒരു കൗണ്ടറാണ് താഴെ കാണുന്നത്. താഴെ കാണുന്ന ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ ചുരുക്കം 1-2 ട്രെയിനുകളിൽ മാത്രമാണ് ഈ കളനാട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത്. രണ്ട് സൈഡിലും അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ രണ്ട് ഭാഗങ്ങളിലും ഉള്ളത്. ഒരു സൈഡിലാണെങ്കിൽ നീണ്ടു കിടക്കുന്ന കണ്ടങ്ങൾ, കുറേ പശുക്കൾ, കുറേ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ടാവും, കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടാവും കണ്ടത്തിൽ. അങ്ങനെ വളരെ മനോഹരമായ ഒരു ദൃശ്യങ്ങളാണ് ഒരു സൈഡിലുള്ളതെങ്കിൽ. മറ്റേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഗ്രൗണ്ട്, അവിടെ ഒരു ചെറിയൊരു പുഴ പോലെ കുറേ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. കുറേ കുട്ടികൾ അവിടെയും ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കുറച്ച് മനുഷ്യർ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. അങ്ങനെ ഒരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു പ്രത്യേകതരം അന്തരീക്ഷമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ലേറ്റാണ്. ഞാൻ 6:10 ലോക്കലിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ആ ട്രെയിൻ കുറച്ച് സമയം ലേറ്റാണ്. അപ്പോൾ ആ ട്രെയിൻ കുറച്ച് സമയം ലേറ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പോയിട്ട് ചെറുതായിട്ടൊരു ചായ കുടിക്കാം. ഇത്രയും മനോഹരമായി, ഇത്രയും വൈബിൽ നമുക്ക് അടിപൊളി ഒരു ചായ കുടിക്കാനുള്ള ഒരു ചായ സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. ചായ സ്പോട്ട് വരുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുട്ടിയിട്ട്, ഇതിൻ്റെ ബോർഡിന് തൊട്ട് മുട്ടിയിട്ട് ഇവിടെ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട്. ഈ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണി മുതലാണ് ഈ ചായക്കട തുടങ്ങും. അതുവരെ ഈ ചായക്കട ഉണ്ടാവില്ല. ബാക്കി എല്ലാ ചായക്കടയും രാവിലെ തുറന്ന് വൈകുന്നേരം വരെ ഉണ്ടാകുന്ന ഒരു ചായക്കടയല്ല ഇത്. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി ഒരു 7 മണി വരെ ഉണ്ടാകുന്ന ഒരു ചായക്കടയാണിത്. ഈ ചായൻ്റെ പ്രത്യേകത, ഇതിന് വേണ്ടി ഈ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് ആൾക്കാർ ഈ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുന്ന ഒരുപാട് ആൾക്കാർ, സമയം നോക്കി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വാ. കാണിച്ചോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കട. നല്ല ചായക്കും 2 പഴംപൊരിക്കും പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമുക്കിതൊന്ന് ഈ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ചായക്കടേൻ്റെ പുറകിൽ തന്നെ ഒരു പഴയ കാലത്തെ ബോർഡുകളും എഴുത്തുകളൊക്കെ നമുക്ക് കാണാം. ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ്. ആ കാലഘട്ടത്തിൽ ആരോ എഴുതി വെച്ചതായിരിക്കാം. നല്ല മനോഹരമായ എഴുത്തുകൾ, നല്ല പണ്ടത്തെ ഇപ്പോഴത്തെ പോലത്തെ ഫ്ലക്സുകളോ ബോർഡുകളോ ബാനറുകളോ ഒന്നുമല്ല, കയ്യെഴുത്തുകൾ കൊണ്ട് മനോഹരമായിട്ട് എഴുതിയ ചുമരെഴുത്തുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. നിസ്കരിക്കേണ്ടവർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റും. ഇവിടെ തന്നെയാണ് ഒരു കുളമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കാണുന്നതിനേക്കാളും മനോഹരമായിട്ടുള്ളൊരു കുളവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇരുന്ന് നമുക്കൊരു ചായയൊക്കെ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണിത്. ബോർഡിലെ എഴുത്തൊക്കെ കണ്ട് ഖുർആനിലുള്ള മനോഹരമായ വചനങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചിരിക്കുമ്പോഴാണ് ഒരു ഇച്ഛ വന്നിട്ട് നമുക്ക് മീനിനെ കാണാമെന്ന് പറഞ്ഞത്. നമ്മൾ കുളം കണ്ടു എന്നല്ലാണ്ട് ഇതിനുള്ളിൽ ഇങ്ങനെ മീനിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതിയില്ല. ആ ഇച്ഛ തന്നെ നമുക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. നമുക്ക് മീനിന് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ബാ. നല്ല അടിപൊളി മീനുകളുടെ കൂടെ മീനിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ആൾക്കാരുടെ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട്. ഒരു വല്യമ്മ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് മീനെ പിടിച്ചോണ്ട് പോണ്ട, കണ്ടാ മതി, ആസ്വദിച്ചാൽ മതി എന്നാണ് വല്യമ്മ പറഞ്ഞത്. വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടി വല്യമ്മ പറയുന്നുണ്ട് ആരും മീനെ പിടിച്ചോണ്ട് പോണ്ട, കണ്ട് ബിസ്ക്കറ്റൊക്കെ കൊടുത്താൽ മതി എന്നാണ് വല്യമ്മ പറയുന്നത്. ഓക്കെ, നമുക്ക് ബിസ്ക്കറ്റ് കൊടുക്കാം.
ഈച്ചയാണ് നമുക്കൊരു ബിസ്ക്കറ്റ് മീനിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്നത്. എത്ര മീനുകളെന്ന് നോക്കിയാൽ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോ തന്നെ ഓടി പോയത് അങ്ങനെ വരില്ല. കയ്യില് വരുന്നത്. കയ്യില് വന്നിട്ട് ചെറിയ നല്ല ചായയും പഴംപൊരി ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. വാ, സൂപ്പർ. ഒരു പഴംപൊരി അല്ല ഗൈസ്. ഈ പഴംപൊരി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സാധാരണ എണ്ണയിൽ മുക്കി പൊരിച്ച ഒരു പഴംപൊരി പോലെ അല്ല, നല്ല ക്രിസ്പി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ ഇതുവരെ കഴിച്ചാലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണിത്. നമുക്ക് ഒന്നിൽ കഴിച്ച് നിർത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. വീണ്ടും അടുത്ത പഴംപൊരി ഓർഡർ ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഈ ചായയോട് വന്നിട്ട് നമുക്ക് ചായ പഴംപൊരി ഒന്നിച്ച് കഴിക്കാം. അടിപൊളി ചായയും പഴംപൊരിയാണ് ഗൈസ്. ഉറപ്പായിട്ടും കാസർഗോഡോ കാഞ്ഞങ്ങാടോ കടനാടോ ഈ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ, ഈ ഭാഗത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ടാവും എനിക്കറിയാം. വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചായ സ്പോട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം. ലൊക്കേഷൻ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. എന്തായാലും ഒരിക്കലും നിങ്ങൾ വന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷനും ഈ ചായക്കടയും ഈ പള്ളിയും ഈ കുളവും ഒക്കെ എപ്പോഴെങ്കിലും പറ്റുമെങ്കിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ.